ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പം ഇന്നൊരു വെനസ്ഡേ ആണ് കേട്ടോ. അപ്പം ഇന്ന് ഞാനൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, മോനൊക്കെ സ്കൂളുണ്ട്, പിന്നെ ഹസ്ബൻഡിനും ഒക്കെ ജോലിയൊക്കെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ ലഞ്ചും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഡിന്നറിൻ്റെയൊക്കെ പ്രിപ്പറേഷനും ഒരു ചെറിയ ഷോപ്പിങ്ങും ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം 8:30 ആകുമ്പോൾ തന്നെ മോൻ്റെ സ്കൂൾ വണ്ടി വരും. അപ്പം അവൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പം മോന് വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ കൊടുത്തു വിടുന്നത്. അപ്പം ഞാൻ രാവിലെ നേരത്തെ ഒരു 5:30 എണീക്കും. അപ്പോൾ എണീറ്റിട്ടുള്ള ഒരു ചെറിയ കുക്കിംഗ് ഒക്കെയാണ്. അപ്പം മോന് കൊണ്ടുപോകാനായിട്ടുള്ള ഇഡ്ഡലിയൊക്കെ ഞാൻ രാവിലെയാണ് ഒഴിക്കുന്നത്. അപ്പം ഇഡ്ഡലി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റൗ ആണ് കേട്ടോ, ഇലക്ട്രിക് സ്റ്റൗ ആണ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് കുക്കാവും, നാട്ടിലെ പോലെ ഗ്യാസിലെ പോലെ അല്ല. പിന്നെ ഞാൻ ഈ വെള്ളമൊക്കെ ഈ കുപ്പിയിൽ നിറച്ച് വയ്ക്കും. ഇങ്ങനെ ഇത് നല്ല ഫങ്ഷണലാണ് കേട്ടോ, വെള്ളം നമ്മൾ മറക്കില്ല കുടിക്കാനായിട്ട്. അപ്പം ഇതിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇഡ്ഡലി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം മോന് ഇതാണ് കേട്ടോ കഴിച്ചിട്ട് പോകുന്നത്. പിന്നെ ഇത് സാമ്പാറാണ്, മുള്ളങ്കി സാമ്പാറാണ്. അതുപോലെ കുറച്ച് ചെറുപയറും ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ. പിന്നെ ഉച്ചത്തേക്കുള്ളത് ഈ മോരൊഴിച്ച് കൂട്ടാനും അതുപോലെ തന്നെ ചെറുപയറും ചിക്കൻ ഫ്രൈ ചെയ്തതാണ്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഉച്ചത്തെ ലഞ്ച്. അപ്പം അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പം മോന് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വൈകുന്നേരം ഒരു 3 മണി വരെയാണ് കേട്ടോ ഇവരുടെ ക്ലാസ്. അവരുടെ സ്കൂളിൽ എന്തോ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റേഷനറിയുടെ എന്തോ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പം മോൻ വാങ്ങിച്ച തിങ്സ് ഒക്കെയാണ് കേട്ടോ. ഇങ്ങനെ തിരിച്ചു വെക്കാം. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇതിങ്ങനെ ഇതെൻ്റെ ഫേവറേറ്റ്. ഇതാണ് റിയൽ. ഇതൊരു പെന്നാണ്. എൻ്റെ ടോപ്പിൽ ഒരു ഷൂസ്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. കുറച്ച് പച്ചക്കറി അതുപോലെ തന്നെ ഫിഷോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടെ ഗ്രോസറി ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് $2 ഈച്ചെന്നോ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. ഇത് തക്കാളി അതുപോലെ തന്നെ ചില്ലി പച്ചമുളകൊക്കെയാണ്. അപ്പം ഇത് നോൺ വെജ് കൗണ്ടറാണ് കേട്ടോ. ഇതിൽ ക്രാബ് അങ്ങനെ നല്ല അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷുകളുണ്ട് കേട്ടോ. ഇതിവിടെ ഒരു തമിഴ് സ്റ്റോറുണ്ട് നമ്മൾ റിസൈഡ് ചെയ്യുന്നതിൻ്റെ അടുത്ത്, അവിടെയാണ്. അപ്പം നമ്മൾ കുറച്ച് ഫിഷ് വാങ്ങിച്ചു. അപ്പം അതിന് ശേഷം നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പം ഇതിനൊക്കെ ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ, അതായത് ക്യാബേജ്, ഇത് ചീരയാണ് കേട്ടോ ഇവിടുത്തെ. അങ്ങനെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ അത്യാവശ്യം കിട്ടുന്ന ഒരു ഷോപ്പാണിത്. അപ്പം ചീരയുടെ വെറൈറ്റി ഒക്കെയാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ വില കുറഞ്ഞ് ഞാൻ കണ്ടിരിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ അത് ഈ ഒരു ബനാനയ്ക്ക് നല്ല വില കുറവാണ് കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ കുറച്ച് ബനാനയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടുത്തെ സ്വീറ്റ് പൊട്ടറ്റോ ആണ്. ഇതും അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ഇവിടുത്തെ കപ്പയാണ് കേട്ടോ. ഇത് അത്ര ടേസ്റ്റൊന്നുമില്ല, എന്നാലും ചില ടൈപ്പ് കപ്പ നന്നായിട്ടുണ്ടാവും. ഇതൊക്കെ ഇരിക്കുന്നത് ഈ എന്താ ആത്തച്ചക്ക അങ്ങനത്തെ സംഗതികളൊക്കെയാണ്. പിന്നെ ഇത് ഇവിടുത്തെ തേങ്ങയാണ് കേട്ടോ. തേങ്ങയ്ക്കും ഇവിടെ അത്യാവശ്യം വില കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കിലോ LB ആയിട്ടാണ്. പിന്നെ ഇതൊക്കെ നോൺ വെജ്, അതായത് ചിക്കൻ, അതിൻ്റെ ആ ഒരു കൗണ്ടറാണ് കേട്ടോ. അപ്പം പിന്നെ ഇത് നമ്മളിവിടുന്ന് ഈ ഫിഷ് എടുത്തു കേട്ടോ. ഇത് വന്നിട്ട് സാൽമൺ ഫിഷാണ്. ഈ ഒരു സെറ്റിന് $10 കേട്ടോ. അപ്പം ഇത് നമ്മൾ ഇവിടെ നല്ല പോപ്പുലറായിട്ടുള്ള ഫിഷാണ്. പിന്നെ നമ്മൾ ജസ്റ്റ് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. നമ്മൾ ആപ്പിൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു കേട്ടോ. നമ്മൾ വീട്ടിൽ വന്നു. ഈ മോൻ പാർക്കിൽ കൊണ്ടുവന്നു മോനെ ഞാനും ഹസ്ബൻഡും വരും കേട്ടോ പാർക്കിൽ. അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മോനെ നമ്മളിവിടെ പാർക്കിൽ കളിക്കാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റും ഒരു സ്കൂളാണ്, അതിനോട് ചേർന്നിട്ടൊരു പാർക്കാണ്. അപ്പം നമ്മളതിൻ്റെ ചുറ്റും നടക്കും. അപ്പം നമുക്ക് അത്യാവശ്യം ഒരു 10,000 ആ ഒരു സ്റ്റെപ്പ് നമുക്ക് നടക്കാം. അപ്പം ഇന്നിപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഡേ ലൈറ്റ് ഒരു 8 o'clock വരെയും നല്ല ഡേ ലൈറ്റ് ആയിരിക്കും. അപ്പം മോനെ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടക്കും. പിന്നെ അവിടെ ഗ്രൗണ്ടിൽ ഇങ്ങനെ കുറേ പക്ഷികളൊക്കെ ഇങ്ങനെ മേയുന്നുണ്ടായിരുന്നു. ഇതിപ്പം വിൻ്ററൊക്കെ കഴിഞ്ഞതുകൊണ്ട് ധാരാളം പക്ഷികളെയൊക്കെ കാണാറുണ്ട്, കനേഡിയൻ ഗൂസൊക്കെ. അപ്പം നമ്മൾ അടുത്തൊക്കെ പോയാൽ ചിലപ്പോൾ ഞാൻ കൊത്തും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്.
വീട്ടിലേക്ക് വരികയാണ്. ഇപ്പം ഇപ്പോഴാണ് ഒരു 7:30 ഒക്കെ ആകുമ്പോഴാണ് ചെറുതായിട്ടൊന്ന് ഇരുട്ടുന്നത്. ഇതിങ്ങനെ ഒരു പ്രത്യേക കളറിലൊക്കെ കണ്ടു സ്കൈ. പിന്നെ ഇതാണ് നമ്മുടെ ഡിന്നർ. ഇത് വന്നിട്ട് മിക്സഡ് വെജ് പറാത്തയാണ് കേട്ടോ. ഇത് നമ്മളൊരു 7:30യുടെ ഉള്ളിൽ തന്നെ ഡിന്നർ കഴിക്കും. അപ്പം ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഒരു പ്രത്യേക കളറ് കണ്ടുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പം ഞാനിതുപോലെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ചെയ്യാറില്ല, വളരെ റെയറായിട്ടേ ചെയ്യാറുള്ളൂ. അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ലഞ്ച് കോംബോ അതുപോലെ തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസിനൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ട്. അപ്പം ഇതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.